ബഹുഭൂരിപക്ഷം കർഷകരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. മാത്രമല്ല, മുഴുവൻ സമയ കർഷകർ കുറഞ്ഞു. അവശേഷിക്കുന്നവരിലേറെയും പാർട്ട് ടൈം കൃഷിക്കാരുമാണ്. ആവശ്യാധിഷ്ഠിത യന്ത്രവൽക്കരണത്തിലൂടെ കൃഷി അനായാസമാക്കുക, വിപണന ശൃംഖല സജീവമാക്കുക, പലിശരഹിത വായ്പാ ലഭ്യത ഉറപ്പാക്കുക, സർവോപരി കൃഷി ആദായകരമായ ഒരു സംരംഭമായെങ്കിൽ മാത്രമേ യുവജനങ്ങൾ കൃഷിയിലേക്ക് കടന്നുവരൂ. കർഷക ദിനത്തിൽ ഈ വസ്തുതകൾ ബന്ധപ്പെട്ടവർ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. അന്നം മുട്ടുന്ന കർഷകന് പാദ നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. വയലും വീടും സമാപിക്കുന്നു. കണ്ണൂർ 3800 രൂപ, തലശ്ശേരി 4100 രൂപ, കുട്ടാ വാടാ, പോയി പോയിട്ട് വരല്ല. ഇല്ലപ്പാ, നിങ്ങൾ പോയിട്ട് വാ. വാടാ, സുഖമില്ല, അതുകൊണ്ടാ. നിങ്ങൾ പോയിട്ട് വാ. കഞ്ഞിക്കളി കളിക്കല്ലടാ കുട്ടാ. എടാ, ഓള് കല്യാണം കഴിഞ്ഞ് ഓളെ പാട്ടിന് പോയി, എന്നിട്ട് നീ ഇപ്പോൾ ഇവിടെ പാട്ടും കേട്ടിരിക്കല. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നെ വരാം. വാടാ, നമ്മൾ പോയിക്കണ്ടോ, നീ വരുന്നുണ്ടേ വാ. ആ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. പ്രേമിക്കുമ്പോൾ എന്തേനു ഓനോളല്ലേ വേണ്ടേനു, നമ്മൾ ചെങ്ങായിമാരൊന്നും വേണ്ടേനല്ലോ. ഈ പ്രേമം തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാടാ ഉണ്ണി, ഓളെന്നെ ലോകം. എന്നാൽ ഇങ്ങനെ ഉണ്ടാപ്പാ, ഈ പണ്ടാര പ്രേമം കാരണം എത്ര കുത്തോളെടുത്തേ മനുഷ്യൻ്റെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ട് ഒരു നശിച്ച പ്രേമം. ആകാശവാണി. ഇനി പ്രണയഗാനങ്ങൾ കേൾക്കാം. കൗമാരം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളിലൊന്ന്. നിറമുള്ള സ്വപ്നങ്ങൾ മാത്രം നെയ്ത് ഭാവനയുടെ ചിറകിലേറി പാറിപ്പറന്ന് നടക്കാൻ ഒരു പ്രണയം കൂടി കൂട്ടിനുണ്ടെങ്കിലോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയത്തിന്റെ സ്പന്ദനം അറിയാത്തവർ അപൂർവം. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രിയമുള്ള വികാരം അതാണ് പ്രണയം. ഓലക്കെയാന്ന് എടാ ഫ്രണ്ട്ഷിപ്പ്, നമ്മളെ ചങ്ങായിമാർ, അതിലും വലിയ വികാരമൊന്നും ഈ ലോകത്തില്ല മോനെ. മരണം വരെ കൂടെ നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ചങ്ക് ചങ്ങായിമാരാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ പ്രേമം മണ്ണാങ്കട്ടിയൊക്കെ. നീ പ്രേമിക്കാത്തോണ്ട് തോന്നിയ എന്ത് വിണക്കിനെ പ്രേമിക്കുന്നത്? കുട്ടരെ പോലെ ഇങ്ങനെ പാട്ടും കേട്ടിരിക്കാനാ, വേറെ പണിയില്ല. പ്രണയഗാനങ്ങളിൽ ആദ്യം ONV രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഒരു ഗാനം. ചിത്രം നീ എത്ര ധന്യ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ എന്തുണ്ടായിട്ട് എന്നാ കാര്യം, കുട്ടനോളെ വിധിച്ചിട്ടില്ല, അത്രയല്ലേ. എടാ, പ്രേമിച്ചാൽ പോരാ, പ്രേമിച്ച പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരാൻ ഗഡ്സും കൂടി വേണം, മനസ്സിലായ? അതിനുള്ള ധൈര്യമൊന്നും കുട്ടനില്ലടാ, ഓന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, പാവം. അതെല്ലാം പോട്ട്. എടാ ലുട്ടാപ്പി, നീ പ്രേമിച്ചിട്ടുണ്ടാടാ? കാണാൻ ലുക്കില്ലാത്ത നമ്മളിൽ ആര് പ്രേമിക്കാനാണ്? പെമ്പിളർക്കല്ല, നമ്മൾ ആങ്ങളമാരില്ല, ബിഗ് ബ്രദേഴ്സ്. ലുക്കിലൊന്നും ഒരു കാര്യമില്ലടാ. അത് ശരിയാ, നമ്മളെ ചന്ദ്രമാഷ മോള് വിളിച്ചോടി കണ്ടില്ല നീ? ഏത്? നമ്മളെ ഇറക്കാൻ സ്കൂളിലെ ഏ ആരപ്പരോ ഓറ വിട്ട് റബ്ബർ വെട്ടം വന്ന സുനീനപ്പരോ. ഓ
നീ അവൻ്റെ കോലം കണ്ടിനടാ, ഈ കൊയലേനെ പോലെ ഉണ്ട്. ഇതുപോലെയാ? നീ പെണ്ണിനെ കണ്ടിനാ? കീട്ടു ലുക്കല്ലേ, ഒടുക്കത്തെ പഠിപ്പു. യോഗം. പ്രണയം അങ്ങനെയാണ്, കാണുന്നതിലെല്ലാം സൗന്ദര്യം മാത്രം കണ്ടെത്തുന്ന മൃദുല വികാരം. ചിലർക്ക് ചിലരോട് മാത്രം തോന്നുന്ന ഒരിഷ്ടമുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ മുള പൊട്ടുന്ന ഇഷ്ടം. പിന്നീട് ആ ഇഷ്ടം കുളിർ മഴയിലും ഹൃദയത്തിൽ ഒരു തീയായി പടരുന്നു. കത്തിച്ചോ? അതെക്കട്ടെ. കത്തിക്ക്. ആ നല്ല തൻ്റെ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. പ്രണയികളെ, നിങ്ങൾ ഓർക്കുന്നില്ലേ ആദ്യമായി പരസ്പരം കണ്ട നിമിഷം? ഒടുവിൽ തങ്ങളുടെ ഇഷ്ടം ഒരു നെഞ്ചിടിപ്പോടെ തുറന്നു പറഞ്ഞ ആ നിമിഷം, ഭൂമിയിൽ തന്നെയാണ് സ്വർഗമെന്ന് വിശ്വസിച്ച ആ നിമിഷങ്ങൾ എത്ര സുന്ദരമായിരുന്നല്ലേ. പ്രണയഗാനങ്ങളിൽ അടുത്തത് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം നാടോടിക്കാറ്റ്. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ. എൻ്റെ മോനെ, ഓളിപ്പോൾ കെട്ടിയവൻ്റെ പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കുട്ടനിപ്പം വീട്ടിൽ കിടന്ന് ഇങ്ങനെ മോങ്ങല, ആണുങ്ങളെ വില കളയാൻ വേണ്ടിയിട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എടാ, പ്രേമിക്കുമ്പോൾ ഈ ആമ്പിളയുടെ മനസ്സുണ്ടല്ലോ, ഈ ചൂണ്ടേ കുടുങ്ങിയ മീനെ പോലെയാ. പിടിച്ചാൽ പിടിച്ചെടുത്താണ് നിൽക്കും, വിട്ടുപോല. പക്ഷെങ്കിൽ ഈ പെമ്പിളയുടെ മനസ്സുണ്ടല്ലോ, ഈ വലയെ കുടുങ്ങിയ മീനെ പോലെയാ. എപ്പോഴാ ചാടിപ്പോന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൈ കിട്ടിയിടുന്നവരങ്ങ് ചാടി പോറ്റാ എന്ത് പരും ഉണ്ടാ. സ്വന്തമാക്കാനല്ല, ഒന്നും നേടാനുമല്ല, തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കാനും, കാണാതിരിക്കുമ്പോൾ കാണാനും, കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒരു പ്രണയം. അതെ, നിലാവിനേക്കാൾ സുന്ദരമായ പ്രണയം. ഇതൊക്കെ കേൾക്കുമ്പോ പ്രേമിക്കാൻ തോന്നുന്നു. നീ പ്രേമിച്ചടയാ. പ്രേമിക്കാൻ ഒരുത്തിൻ്റെ സമ്മതം വേണ്ട. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നയന സിരാജിനെ പ്രേമിച്ചില്ല. ഏത് കലാതിലക? ഏയ് പുളു 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 പുളു. സത്യം, സ്കൂളിൽ പഠിക്കുമ്പോൾ അവളോട് ഒടുക്കത്തെ പ്രേമില്ല. ആ എന്നിട്ടെന്നാ ഓള് കല്യാണം കഴിഞ്ഞ് ഓളെ പാട്ടിൽ നീയോ? ഞാൻ കരഞ്ഞോണ്ട് കല്യാണം പണിക്കും പോയി. അപ്പൊ സംഭവം അറിഞ്ഞിട്ടില്ല. അതെ. ഏയ്, ഞാൻ അറിയിച്ചില്ല. എന്തിനായി പറയിക്കുന്നു? നമുക്കേ ഈ ലോകത്ത് ആരെ വേണേലും പ്രേമിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആർക്കും നമ്മളൊരു ബുദ്ധിമുട്ടാകരുതെന്ന് മാത്രം. അപ്പൊ നീ സൈക്കോ ആണളിയാ? പ്രേമം തന്നെ ഒരു സൈക്കോ അല്ല അളിയാ. അവൾ അറിയാതെ പ്രേമിക്കണം, അതൊരു രസ. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു, ഒരു ധന്യ ബിന്ദുവിൽ കാലമറിഞ്ഞു. പുതുമണ്ണിൻ സ്വപ്നം പുൽക്കൊടികളായുണരും, അവ പിന്നെ പൂക്കളങ്ങളാകും. വളർന്നേറും വനമാകും, വളർന്നേറും വനമാകും. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. എന്തുന്നാടാ പാട്ടല്ലേ? നീ സിനിമ കണ്ടിരാ? ഇതെല്ലാം കണ്ട പ്രേമിക്കാത്തവൻ വരെ പ്രേമിച്ചു അല്ലടാ ലുട്ടാപ്പി? സത്യാട്ടാ. ഏതാ മോനെ പാട്ട്? ഏത്? മോഹൻലാലിന്റെ കിന്നാരത്തുമ്പികള്. കിന്നാരത്തുമ്പി അല്ലടാ, തൂവാനത്തുമ്പി. എന്തായാലും തുമ്പിയില്ലത് അല്ലേ? അല്ല പിന്നെ. അതാണ്. എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില നിമിഷങ്ങളിൽ നഷ്ടപ്രണയം ഒരോർമ്മയായി പെയ്തിറങ്ങി മനസ്സിനെ വെറുതെ കുത്തി നോവിക്കാറുണ്ടല്ലേ.
അതാണ് പ്രണയം. അതാദ്യം മനസ്സിനെ ആർദ്രമാക്കും, പിന്നെ നോവോ കുളിരോ നൽകും. എൻ്റെ മോനെ അയൊരവസ്ഥയുണ്ടല്ലോ, ഭീകരാട്ടാ. ഈ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രേമിക്കുന്നു? പ്രേമിക്കാണ്ടിരുന്ന പോലെ അതന്നെ. മനസമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല പിന്നെ എങ്കിലും പ്രണയിക്കണം. നഷ്ടപ്പെടുമ്പോഴാണ് പ്രണയത്തിന് സൗന്ദര്യം കൂടുന്നത്. അതൊരു രസം തന്നെയാണ്. കേൾക്കാൻ നല്ല രസാ. ശരിക്കും പറഞ്ഞാലേ ഈ പ്രേമവും പൊറോട്ടയും ഒരുപോലെയാണ്. രണ്ടു ശരീരത്തിന് കേടാ. എന്നാലോട്ടോ ഒഴിവാക്കാൻ പറ്റുമോ? അതുമില്ല. രണ്ടിനും കൊടുക്കത്തെ ടേസ്റ്റുവാ. പക്ഷേ ഉണ്ടല്ലോ, പൊറോട്ട എന്ന് കഴിഞ്ഞാൽ കുറേ സമയം ശരീരത്തിലുണ്ടാവും. പ്രേമത്തിൻ്റെ കാര്യത്തിൽ എത്ര സമയം നിൽക്കുന്നോ ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഗ്യാരണ്ടിയില്ല. അതെ, ലോകത്തൊന്നും ശാശ്വതമല്ല, പ്രണയവും. നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ച ആൾ മറ്റാർക്കോ സ്വന്തമാകുന്നത് കാണേണ്ടി വരുന്ന ആ നിമിഷം, എത്ര രാത്രികൾ കരഞ്ഞു തീർത്താലും തീരാത്ത ആ വേദന, ഒരു ജന്മം മുഴുവൻ ആ നഷ്ടങ്ങളുടെ ഓർമ്മകൾ പേറി എത്രയെത്ര ഹൃദയങ്ങൾ. പ്രണയകാലത്ത് അവർ നെയ്ത സ്വപ്നങ്ങൾ, ചിറകിലേറ്റിയ ഒരുപാട് മോഹങ്ങൾ, ഒടുവിലെല്ലാം ഒരു നഷ്ടസ്വപ്നമായി മാറുന്നു. ജീവിതമെന്ന പ്രതീക്ഷയുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ അടയുന്നു. എടാ, പ്രേമിക്കുമ്പോൾ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പ്രേമം പൊട്ടിയാൽ അങ്ങനെ തന്നെയാണ്. എന്നേരം നമ്മളെ സമാധാനിപ്പിക്കാൻ ആരൊക്കെ എങ്ങനെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അവർ പറയും നമ്മളെ ഈ തലയിൽ കയറുമില്ല. അവളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. അന്നേരം നിങ്ങൾ അവൾക്ക് പകരം സാക്ഷാൽ ഐശ്വര്യനെ പിടിച്ച് മുന്നേ കൊടുത്തുന്നാലും വേണ്ടാന്നേ പറയും. കൊടുത്ത സ്നേഹം അതാണ് തിരിച്ചിട്ടുണ്ടത്. കരളാലവളൻ കണ്ണീരു കോരി കണ്ണിലൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര കവനങ്ങൾ തിരുകി ഒഴിഞ്ഞൊരാവീതിയിൽ കൊഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം. പ്രണയം നഷ്ടപ്പെട്ടവരെ, നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് അത് ഒരു മഴ പെയ്ത് തോർന്നതാണെന്ന് പറയണം. കണ്ണുകൾ നിറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർമ്മകൾ പെയ്യുന്നതാണെന്ന് പറയണം. മനസ്സ് തൊട്ടറിഞ്ഞതൊന്നും ആരെയും വിട്ടുപോവില്ല. അതാണ് പ്രണയം. കുറേ സമയമായി പ്രേമം പ്രേമം പ്രേമം. എടാ, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സംഭവമാണ്. സംഭവം ആണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രേമിക്കണം കേട്ടോ. എന്നാൽ ഈ ചങ്ങായിമാരെ കടം വരുതാ ഈ പ്രേമം? ഏയ്, ചങ്ങായിമാരെന്ന് പറഞ്ഞ കടലല്ലടാ, കടല്. അതിങ്ങനെ കിടക്കുകയല്ലേ വിശാലായിട്ട്. അപ്പൊ പ്രേമോ? പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കുളം കണ്ടിട്ടില്ലടാ, കുളം. അതിൻ്റെ അകത്തെ മീനിനെ പോലെയാണ്. അതിൻ്റെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിയാണ്. അത് തന്നെ ലോകം. അവസാനം പ്രേമക്കഥ പറഞ്ഞിട്ട് നമ്മളെ മീൻ കറി കൊളാക്കറട്ടാ. അതടുപ്പതാന്നുണ്ട്. നീ അതിൽ ഉപ്പും മുളകിലുണ്ടോ നോക്കിയാ? പ്രണയം മഴ പോലെയാണ്. അത് ചിലർക്ക് ആനന്ദത്തിൻ്റെ പേമാരിയാണ്. എന്നാൽ പ്രണയം നഷ്ടപ്പെട്ടവർക്ക് വിരഹത്തിൻ്റെ പ്രളയവും. പ്രണയം അത് കയ്പും പുളിപ്പും മധുരവും നിറഞ്ഞതാണ്. കുറച്ച് ഉപ്പും കൂടി ആയാലോ? കുളാവോ? കുളാവും. ഒന്ന് നോക്കിയാ എങ്ങനെയുണ്ട്? വേണ്ട, കുളാവും. കുളാവും ഇല്ലേ? അതെ, സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകളിൽ ജീവിതം പാകപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് വിധിച്ചത് കാലം നിങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളിലെ പ്രണയം അത് തുടർന്നുകൊണ്ടേയിരിക്കുക. എടാ, പ്രേമിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. പ്രേമിച്ചോ, പക്ഷെ നമ്മളെ കൂട്ടനെ പോലെ ചങ്ങാത്തം കളഞ്ഞ് പ്രേമിക്കണ്ട കേട്ടാ. ആ പരിപാടിയൊന്നും വേണ്ട. എടാ, ഈ പ്രേമമൊക്കെ കെട്ടി കഴിയുന്നവരെ ഉണ്ടാവും. പക്ഷെ ചങ്ങാത്ത എങ്ങനെയാ?
കുയിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ടാവും, ഉണ്ടാവൂലേ? പിന്നെ അല്ലാണ്ട് ചത്താലും ഉണ്ടാവും. ആ അതാണ്. ഓർക്കുക, എത്ര അഗാധമായ പ്രണയത്തിനിടയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് ഈ ലോകത്ത്: സൗഹൃദം. എന്തെന്നാൽ പ്രണയം കണ്ണടച്ച് എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുമ്പോൾ കണ്ണു തുറന്നു നടക്കാൻ സൗഹൃദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രണയം ഭ്രാന്തമാണ്, സൗഹൃദം സുന്ദരമാണ്. എടാ പ്രിയേഷ, ഈ ഇടിമഴക്ക് ഈ രാത്രിയില് ഈ പുഴയിൽ നിന്നിങ്ങനെ മീനും പിടിച്ച് ഇവിടെ നിന്നിങ്ങനെ കറിയും വെച്ച് നല്ല ചൂട് പൊറോട്ടയും നല്ല എരിവുള്ള മീൻകറിയും നല്ല സ്ട്രോങ് കട്ടൻ ചായയും കുടിച്ചിരിക്കുന്ന സുഖം ഒരു പ്രേമത്തിനും തരാൻ പറ്റൂല മോനെ. ആഹാ, എന്താ അന്തസ്. സൗഹൃദം കൂട്ടത്തിലേക്കും കൂട്ടായ്മയിലേക്കും ഒരാളെ കൊണ്ടുപോകുമ്പോൾ പ്രണയം അയാളെ തികച്ചും ഏകനാക്കുന്നു. പറഞ്ഞറിയിച്ച പ്രണയത്തേക്കാൾ വലുതാണ് പറയാതെ അറിഞ്ഞ സൗഹൃദം. എടാ, കുട്ടനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോടാ? ഏയ് വേടാ, ഈ സമയത്ത് അവൻ ആ പെണ്ണിനെ ഓർത്തിരിക്കണേ, ഒന്നും കഴിക്കാൻ തോന്നില്ല. സ്വന്തം നിഴലുകൾ പോലും കൂട്ടിനില്ലാതെ നഷ്ടപ്രണയത്തിൻ്റെ ഭ്രാന്തമായ ചിന്തകൾ പേറി ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ യാത്ര തിരിക്കാൻ മുതിരും മുന്നേ ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്ന് നോക്കുക. അങ്ങ് ദൂരെ പ്രതീക്ഷയുടെ, ആശ്വാസത്തിൻ്റെ ഒരു മിന്നാമിനുങ്ങ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. കുട്ടേ, വാടാ എടാ വാടാ, വാ, വാടാ, വാടാ മുത്തേ. സൗഹൃദത്തെ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല. പ്രണയത്തെ വാനോളം പുകഴ്ത്തി എഴുതിയ കവിഹൃദയങ്ങൾ സൗഹൃദമെന്ന 3 അക്ഷരത്തിനു മുന്നിൽ വർണ്ണിക്കാൻ കഴിയാതെ തോറ്റുപോയതും അതുകൊണ്ട് തന്നെയാണ്. എടാ കുട്ടാ, നീ ബേജാറാണ്ടടാ. 6 പോയാൽ ചീരും. നിനക്ക് ഓളെപ്പോലെ തന്നെ നല്ല പെണ്ണിനെ കിട്ടൂടാ. ഇപ്പം എനക്ക് ബേജാറൊന്നുമില്ലടാ, നിങ്ങളെ കണ്ടപ്പോൾ ടെൻഷനെല്ലാം പോയിനി. എടാ കുട്ടാ, നീ ആ മീൻകറിയും കൂടി പൊറോട്ടയും കുടിപ്പിക്കടാ, ബാക്കി ടെൻഷൻ കൂടി പമ്പാടും. ആ നീ ആ കട്ടനും കൂടി അങ്ങ് അടിക്കണം. അതന്നെ മതിയടാ, വേറെ അറിഞ്ഞേ മതിയാ. ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ 2 കണികകൾ ബാക്കിയിരിക്കുന്നിടത്തോളം കാലം വരെ ഇവിടെ പ്രണയമുണ്ടാകും, സൗഹൃദവുമുണ്ടാകും. പ്രണയിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും പ്രണയം പറയാതെ പോയവർക്കും പ്രണയം സഫലമായവർക്കും പ്രതീക്ഷയുടെ നാളത്തെ നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി.